അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഇസ്ലാം അറിവുകൾ യൂട്യൂബ് ചാനലിലൂടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുകയാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കാം. ഈ ജീവിത ചരിത്രം നമ്മിലേക്ക് എത്തിക്കാൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിആയ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല നിറവേറ്റിക്കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിലാൽ റളിയല്ലാഹു അൻഹു ഇപ്പോൾ വളരെ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. മക്കയിലെ തിരുവേദികളിലൊക്കെ പോകാൻ പറ്റുമല്ലോ. അങ്ങാടിയിൽ വെച്ച് കൂട്ടുകാരനെ കാണും. അബൂബക്കർ സിദ്ദീഖ്, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ. പല സായാഹ്നങ്ങളിലും അവർ സന്ധിക്കും, സംസാരിക്കും, സ്നേഹം പങ്കുവെക്കും. അബൂബക്കർ ഉന്നത തറവാട്ടുകാരൻ, ബിലാൽ ഒരടിമ. ആ അകൽച്ച അവർക്കിടയിലില്ല. കളിക്കൂട്ടുകാർ, എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കും. പുതുമയുള്ള വാർത്തകളാണ് അബൂബക്കർ പറയുക. ബിലാൽ റളിയല്ലാഹു അൻഹു കൗതുകത്തോടെ കേട്ടിരിക്കും. ഒന്നിച്ചുള്ള യാത്ര, പാട്ടും പാടാം, ഉല്ലസിക്കാം. അബൂബക്കറും ബിലാലും ഒന്നിച്ചുള്ള യാത്ര, അതെത്ര ഫലപ്രദമായിരിക്കും. കൂട്ടുകാർ യാത്രയെക്കുറിച്ചോർത്ത് സന്തോഷം പങ്കിട്ടു. നൂറുകണക്കായ ഒട്ടകങ്ങൾ അവയുടെ മുതുകിൽ ഭാരം കയറ്റപ്പെട്ടു. കഅബാലയത്തിന് സമീപം ജനങ്ങൾ തടിച്ചുകൂടി. ബനൂ ജുമൂഅ ഗോത്രക്കാരുടെ കാഫില പുറപ്പെടുന്ന ദിവസം. ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ഒട്ടകങ്ങളുടെ ചുമതലക്കാരൻ ബിലാലാണ്. മറ്റു പല ഗോത്രക്കാരും യാത്രാസംഘത്തെ അയക്കുന്നുണ്ട്. മക്കക്കാർ യാത്രാസംഘത്തിന് മംഗളം നേർന്ന് ഒട്ടകസംഘം നീങ്ങിത്തുടങ്ങി. വിശാലമായ മരുഭൂമിയിലെ യാത്രാ റൂട്ടിലൂടെ അവർ യാത്രയായി. ചിലപ്പോൾ ഒട്ടകപ്പുറത്ത് കയറും, ചിലപ്പോൾ ഇറങ്ങി ഒട്ടകത്തോടൊപ്പം നടക്കും. ബിലാലിന്റെ കൂടെ ഒരു സംഘം യാത്ര ചെയ്യുന്നുണ്ട്. മണിക്കൂറുകളോളം ഒരേ യാത്ര, പിന്നൊരു വിശ്രമം. വെള്ളം കുടിക്കും, ആഹാരം കഴിക്കും, ചെറിയ മയക്കം, വീണ്ടും യാത്ര. ഈ വിശ്രമവേളകളിൽ കൂട്ടുകാർ ഒന്നിക്കും. അബൂബക്കറും ബിലാലും കുടുംബകാര്യങ്ങൾ സംസാരിക്കും. മക്കയിലെ സാമൂഹിക പ്രശ്നങ്ങൾ സംസാരിക്കും. ഗോത്രതലവന്മാരുടെ അനീതികൾ. വെളുത്ത സുമുഖനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, കറുത്ത വർഗ്ഗക്കാരൻ ബിലാൽ. വർണ്ണം അവർക്കിടയിൽ വിടവ് സൃഷ്ടിച്ചില്ല. മനസ്സുകൾ ഒരുപോലെ. രണ്ടും വിനയാന്യുതർ, ഉദാരമതികൾ. അബൂബക്കർ ധനികനാണ്, ബിലാലോ അടിമയാണ്. ധനം അവർക്കിടയിൽ അകലം സൃഷ്ടിച്ചില്ല. അവർ മനസ്സുകൊണ്ടടുത്തു. സ്വഭാവഗുണങ്ങൾ അവരെ ഉറ്റ ചങ്കാതിമാരാക്കി. നിർമ്മലമായ സ്നേഹം, പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം, വല്ലാത്ത ദയ. ഒന്നിച്ചു ഭക്ഷണം, വിശ്രമം, വീണ്ടും യാത്ര. അങ്ങനെ ഷാമിലെത്തി. ലോകപ്രസിദ്ധമായ മാർക്കറ്റ്, പല രാജ്യക്കാരുടെ സംഗമസ്ഥലം. മികച്ച കച്ചവടക്കാർ സ്വർണ്ണ നാണയങ്ങളുമായി വരുന്നു. നിരത്തിവെച്ച ചരക്കുകൾ. ചരക്കിന്റെ ഗുണമേന്മ നോക്കും, വില പറയും, വിലപേശൽ നടക്കും, പിന്നെ വിലയുറപ്പിക്കും. സാധനങ്ങൾ കൈമാറുന്നു. കൈ നിറയെ സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുന്നു. കച്ചവടക്കാർ പലതരക്കാരാണ്. ചില്ലറ തരികടകൾ ചിലരൊക്കെ ഒപ്പിക്കും, ചിലർ മായം ചേർക്കലുകൾ നടത്തും. അളക്കത്തിലും തൂക്കത്തിലും വ്യത്യാസം. അബൂബക്കർ വിശ്വസ്തനായ കച്ചവടക്കാരനാണ്. പറഞ്ഞ വാക്കിന് വിലയുണ്ട്. ഗുണമേന്മ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. ചരക്ക് പരിശോധിക്കേണ്ടതില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. തനിക്കും അങ്ങനെയായി തീരണം ബിലാൽ എന്നവർ കരുതി. കൃത്യമായ അളവ്, കൃത്യമായ വില, സത്യസന്ധമായ കച്ചവടം. കച്ചവടത്തിൽ ബർക്കത്തുണ്ടായി. മികച്ച ലാഭം കിട്ടി. ബിലാൽ സ്വർണ്ണ നാണയങ്ങൾ സഞ്ചിയിലാക്കി കെട്ടിവച്ചു. അബൂബക്കറിന് കിട്ടിയ പണം അദ്ദേഹത്തിനുള്ളതാണ്. ബിലാലിന് കിട്ടിയ പണം യജമാനനുള്ളതാണ്. മക്കയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. ധാന്യങ്ങൾ, എണ്ണ, വസ്ത്രം, മരുന്നുകൾ, ആഭരണങ്ങൾ, ആയുധങ്ങൾ, പാത്രങ്ങൾ, സുഗന്ധവസ്തുക്കൾ, അങ്ങനെ വേണ്ടതെല്ലാം വാങ്ങി മടക്കയാത്ര. ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മക്കയെത്താൻ കൊതിയായി. രാത്രികളിൽ ബിലാൽ പാട്ടുപാടും. സഹയാത്രക്കാർ കേട്ടാസ്വദിക്കും. യാത്രാക്ഷീണം മറയ്ക്കും. അകലെ മക്കായിലെ മലനിരകൾ കണ്ടുതുടങ്ങി. പുലർക്കാല തണുപ്പിലെ മന്നമാരുതൻ മക്കായുടെ മണം. മക്കക്കാർ കഅബാലയത്തിനു സമീപം തടിച്ചുകൂടി. കാഫിലയ്ക്ക് വമ്പിച്ച സ്വീകരണം. ബനൂ ജുമൂഹ് ഗോത്രക്കാർ വന്നു. ബിലാലിനെയും കൂട്ടരെയും സ്വീകരിച്ചു. മറ്റു ഗോത്രക്കാർ അവരുടെ സംഘങ്ങളെ സ്വീകരിച്ചു. ബിലാൽ പണസഞ്ചി ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ ഏൽപ്പിച്ചു. കൊണ്ടുവന്ന സാധനങ്ങളും ഏൽപ്പിച്ചു. വിശദമായ കണക്കും ബോധിപ്പിച്ചു. മക്കയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ, അതിന് കിട്ടിയ വില, മക്കയിലേക്ക് വാങ്ങിയ സാധനങ്ങൾ, അവയുടെ വില, എന്നിട്ടും പണം ബാക്കി. നല്ലൊരു തുക ഉമയ്യത്തിന്റെ കൽബ് കോലിത്തരിച്ചു. എന്തൊരു ലാഭം! ബിലാൽ മിടുക്കനാണ്, ബുദ്ധിമാനാണ്, വിശ്വസ്തനാണ്. ഒരു നാണയത്തിനു പോലും വ്യത്യാസം കാണുന്നില്ല. ഇനിയുള്ള യാത്രാസംഘങ്ങളെ ബിലാൽ തന്നെ നയിക്കട്ടെ. അടിമയാണെങ്കിലും മികച്ച കഴിവുള്ളവനാണ് ബിലാൽ.
വീണ്ടും വീണ്ടും മദ്യസദസ്സുകൾ. പാതിര രാത്രി വരെ പാടേണ്ടി വന്നു. പാടി 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 തളർന്നുപോയി. അങ്ങനെ എത്രയെത്ര രാവുകൾ, എത്രയെത്ര കച്ചവടയാത്രകൾ. ഉമയ്യത്ത് തടിച്ചു കൊഴുത്തു. ഓരോ കച്ചവടയാത്ര കഴിയുമ്പോൾ ഉമയ്യത്തിന്റെ സമ്പത്ത് വളർന്നു വളർന്നു വന്നു. ബിലാലിന് ഒന്നുമില്ല. അടിമയ്ക്ക് സമ്പാദ്യം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കച്ചവടയാത്ര. കൂട്ടുകാർ ഒന്നിച്ചുകൂടി. അബൂബക്കറും ബിലാലും. അബൂബക്കർ സ്വകാര്യം പറഞ്ഞു. അല്ലയോ ബിലാൽ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ, എന്റെ സമ്മതം എന്തിനു വേണം? ഇതെത്ര ഗൗരവമുള്ള കാര്യമാണ്. പറയൂ, കേൾക്കട്ടെ. എന്നാൽ കേട്ടോളൂ. അല്ലാഹു ഏകനാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെനിക്കറിയുന്ന കാര്യമല്ലേ? നിനക്കറിയാത്ത ഒരു കാര്യമുണ്ട്. എന്താണത്? കേൾക്കട്ടെ, പറയൂ. ബിലാലിന്റെ വാക്കുകളിൽ ആകാംക്ഷ നിറഞ്ഞു. സ്നേഹത്തിന്റെ നാവിൽ നിന്ന് ഒരു വാചകം ഉതിർന്നു വീണു. ബിലാൽ സ്തബ്ധനായിപ്പോയി. ആ വാചകം ഇതായിരുന്നു: മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാകുന്നു. കാണാൻ എന്തൊരഴക്! കണ്ണുകൾ, പുരികങ്ങൾ, നെറ്റി, മുടി, മൂക്ക്, കവിളുകൾ, കഴുത്ത്, വസ്ത്രം, ചെരുപ്പ് എല്ലാം താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാണുന്തോറും സ്നേഹവും ആദരവും കൂടിക്കൂടി വരും. സംസാരത്തിന് വല്ലാത്തൊരു വശ്യത. സത്യം മാത്രമേ പറയുള്ളൂ. അത് മക്കക്കാർക്കറിയാം. മക്കക്കാരിൽ ഏറ്റവും വിശ്വസ്തൻ. അങ്ങനെ കിട്ടിയ പേരാണല്ലോ അൽ അമീൻ. തന്റെ യജമാനൻ ഉമയ്യത്തുബ്നു ഹലഫ് യജമാനൻ പലപ്പോഴും അൽ അമീനിനെ വാഴ്ത്തി പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം മാത്രം പറയും. വിനോദത്തിനു വേണ്ടി പോയിട്ട് പോലും കളവ് പറയില്ല. അത്രയും വലിയ വിശ്വസ്തനാണ്. യജമാനൻ ഇപ്പോൾ സ്വരം മാറിയിട്ടുണ്ട്. ഒരു മതിപ്പുമില്ലാതെ സംസാരിക്കുന്നു. മുഹമ്മദ് എന്താണ് പറയുന്നത്? അവൻ നബിയാണെന്നോ? അവൻ അല്ലാഹുവിന്റെ നബിയാണോ? അല്ലാഹുവിന് വേറെ ആരെയും കിട്ടിയില്ലേ നബിയാക്കാൻ? അഹങ്കാരിയാണവൻ. അവന്റെ അഹങ്കാരം നിർത്തണം. മേലിൽ അവനത് പറയരുത്. ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാം കേൾക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല. ഉമയ്യത്തിന്റെ കോപം ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരികയാണ്. നേതാക്കളെല്ലാം ഉമയ്യത്തിന്റെ വീട്ടിൽ ഒരുമിച്ചുകൂടി. ഒച്ചയും ബഹളവുമായി മുഹമ്മദ് ലാത്തയെ തള്ളിപ്പറയുന്നു. ഉസ്സയെയും മനാത്തയെയും അവഹേളിച്ചു. നമ്മുടെ ദൈവങ്ങളോടൊട്ടും ബഹുമാനമില്ല. കാണാത്ത ദൈവത്തെപ്പറ്റിയാണ് അവൻ പറയുന്നത്. വിടരുത്. അവനെ നല്ല പാഠം പഠിപ്പിക്കണം. അവനെ ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഏതോ അടിമകൾ വിശ്വസിച്ചു എന്ന് കേട്ടു. അടിമകളുടെ ചലനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹമ്മദിന്റെ കൂടെ കൂടിയവരെ മടക്കിക്കൊണ്ടുവരണം. ബിലാൽ റളിയല്ലാഹു എല്ലാം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. നാട്ടിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു. എല്ലാം കാണുന്നവൻ അല്ലാഹു. അവൻ നിശ്ചയിക്കുന്നത് നടക്കും. അവൻ തന്നെ തുണ. ബിലാൽ റളിയല്ലാഹു അൻഹു പകൽ മുഴുവൻ ജോലിയെടുത്തു. രാത്രിയിലും ജോലി തന്നെ. പാതിരാവാറായപ്പോഴാണ് ഒന്ന് കിടന്നത്. നന്നായൊന്ന് ഉറങ്ങണം, ക്ഷീണം തീരണം. കിടന്നപ്പോൾ മനസ്സിൽ എന്താണ് തെളിഞ്ഞത്? അൽ അമീനിന്റെ സുന്ദരമുഖം. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്കല്ലാഹുവിന്റെ ഗുണവും രക്ഷയുമുണ്ടാവട്ടെ. എന്തൊക്കെയാണ് ഈ നാട്ടുകാർ അങ്ങയെപ്പറ്റി പറയുന്നത്? വിശ്വസ്തനെന്ന് വിളിച്ചു നടന്നവർ ഇപ്പോൾ അങ്ങയെ കള്ളനെന്ന് വിളിക്കുന്നു. സത്യമത പ്രബോധനം ബലം പ്രയോഗിച്ച് തടുക്കുമെന്നത് പറയുന്നു. അങ്ങ് അന്ത്യപ്രവാചകനാണെന്ന സത്യം അവർ അംഗീകരിക്കുന്നില്ല. അവർ അതിനെ എതിർക്കും. അങ്ങയെ പിൻപറ്റിയവരെ മർദ്ദിക്കും, പീഡിപ്പിക്കും. നദിയെ, അങ്ങയെ കാണാൻ കൊതിയായി. എങ്ങനെ വന്നു കാണും? അങ്ങയെ കാണാൻ വരുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. പിടികൂടിയാൽ എന്തും സംഭവിക്കാം. തൽക്കാലം അങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ വരാതിരിക്കാനാവില്ല നബിയെ. എനിക്കങ്ങയെ കാണണം. ആ മുഖം ദർശിക്കണം. ഞാൻ വരും. നേരം വെളുക്കട്ടെ. വന്നാൽ ചാരന്മാരുടെ കണ്ണിൽപ്പെടും. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക? വിരുദ്ധ വികാരങ്ങൾ ബിലാലിനെ പിടികൂടി. പോകണോ വേണ്ടയോ? അങ്ങയെ കാണണം. കണ്ടേ മതിയാവൂ. എനിക്കങ്ങയെ കണ്ടിട്ട് മതി വന്നിട്ടില്ല. ചില ദിവസങ്ങൾ കൂടി കടന്നുപോയി. ശത്രുക്കൾക്കെന്തോ സംശയം തോന്നി. ബിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചുവോ? ഗോത്ര നേതാക്കൾ സംശയിച്ചു നിൽക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ശക്തനായ മുഅ്മിനായിത്തീരുന്നു. എന്താണ് കേൾക്കുന്നത്? ഞെട്ടിക്കുന്ന വാർത്തകൾ. ക്രൂരമർദ്ദനത്തിന്റെ വാർത്തകൾ. എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുന്നത് കുറ്റമോ? മുഹമ്മദ് അല്ലാഹുവിന്റെ നബിയാണെന്ന് പറയുന്നത് അപരാധമോ? ഉമയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി. എന്തൊരു ഗൗരവം! പിശാചിനെപ്പോലെയുണ്ട്. ബിലാൽ അലറും പോലെയുള്ള വിളി. ബിലാൽ ഓടിച്ചെന്ന് വിനയത്തോടെ നിന്നു. ഞാൻ ചിലതൊക്കെ കേട്ടു. കേട്ടത് ശരിയാണോ എന്നറിയണം. അതിനാണ് ഞാൻ വിളിച്ചത്. ചിലരൊക്കെ മുഹമ്മദ് നബിയെ കാണാൻ പോകുന്നുണ്ട്. നീ പോയിരുന്നോ? ഒന്നും പറഞ്ഞില്ല. നീ ബുദ്ധിയുള്ളവനാണ്. അബദ്ധമൊന്നും കാണിക്കില്ലെന്നറിയാം. എന്നാലും പറയുകയാണ്, നീ അവനെ കണ്ടെന്നോ മറ്റോ കേട്ടാൽ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ഗൗരവം നിറഞ്ഞ മുന്നറിയിപ്പ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചിന്താതീതനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ ബിലാൽ ഓടിച്ചെന്ന് വിനയത്തോടെ നിന്നു. ഞാൻ ചിലതൊക്കെ കേട്ടു. കേട്ടത് ശരിയാണോ എന്നറിയണം. അതിനാണ് ഞാൻ വിളിച്ചത്. ചിലരൊക്കെ മുഹമ്മദ് നബിയെ കാണാൻ പോകുന്നുണ്ട്.
നീ പോയിരുന്നോ? ഒന്നും പറഞ്ഞില്ല. നീ ബുദ്ധിയുള്ളവനാണ്, അബദ്ധമൊന്നും കാണിക്കില്ലെന്നറിയാം. എന്നാലും പറയുകയാണ്, നീ അവനെ കണ്ടെന്നോ മറ്റോ കേട്ടാൽ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ഗൗരവം നിറഞ്ഞ മുന്നറിയിപ്പ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചിന്താതീതനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള മോഹം മനസ്സിൽ വളർന്നു. ആരും കാണാതെ പോയി കണ്ടു. കുറച്ചുനേരം സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ഓതിക്കേട്ടു. കേട്ടത് പഠിച്ചു, കാണാതെ പഠിച്ചു, രഹസ്യമായി മടങ്ങി. പിന്നെയും പിന്നെയും പോയി വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പഠിച്ചു. പഠിച്ചത് ആരും കേൾക്കാതെ ഓതിക്കൊണ്ടിരുന്നു. ആരും കാണാതെ മടങ്ങിപ്പോയി. ഇപ്പോൾ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു ആ സന്നിധിയിലെത്താൻ, ആ വചനങ്ങൾ കേൾക്കാൻ. പിന്നെയും പിന്നെയും പോയി. ആരോ അത് കണ്ടുപിടിച്ചു. പാർത്തും പതുങ്ങിയുമുള്ള പോക്ക്. കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് വാർത്തയൊഴുകി. ഉമയ്യത്തിന്റെ ചെവിയിലുമെത്തി. ബിലാൽ, ഇടിവെട്ടുപോലുള്ള വിളി. നീ മുഹമ്മദിനെ കാണാൻ പോയിരുന്നോ? പോയിരുന്നു. എന്നിട്ടെന്തുണ്ടായി? അല്ലാഹു അല്ലാതെ ആരാധ്യനിൽ നിന്നും മുഹമ്മദ് നബി അവന്റെ നബിയാണെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചു. ഉമയ്യത്തിന്റെ വലമേറിയ കൈയുയർന്നു. ബിലാലിന്റെ കവിളിൽ ആഞ്ഞു പതിച്ചു. വേദന കൊണ്ട് പുളഞ്ഞുപോയി. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ബിലാലിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ. മേലാൽ നീ അവനെ കാണരുത്. ആ വിശ്വാസം നീ ഉപേക്ഷിക്കണം. നമുക്ക് നമ്മുടെ മതം, അതുമതി. മുഹമ്മദുമായി നിനക്കൊരു ബന്ധവും പാടില്ല. മനസ്സിലായോ? അപ്പോഴും ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇവൻ പിന്നെയും അല്ലാഹു അഹദി എന്നാണെന്നല്ലോ പറയുന്നത്. നീ നേരെയാകുമോ? ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ വന്നത് കിങ്കരന്മാരാണ്. അബൂജഹൽ, ഉത്ബത്തുബിനു റബിയ, ഷൈബത്തുബിനു റബിയ, ഉത്ബത്തുബിന് അബി മൊയ്ത്ത്, അബൂ സുഫിയാൻ, പിന്നെ കുറേ മല്ലന്മാരും നന്ദികെട്ട അടിമ. ഇവന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഉമയ്യത്ത് ഉറക്കെ പറഞ്ഞു. അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എല്ലാ ചോദ്യത്തിനും ഒരേ ഒരു മറുപടി, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. മാറി മാറി അടിക്കാൻ തുടങ്ങി. മർദ്ദനം ക്രൂരമായി. ചവിട്ടും തൊഴിയും പീഡനം പലവിധം. തളർന്ന ശബ്ദം, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. യജമാനന്മാരും അടിമകളും, അവർ തമ്മിലുള്ള അന്തരം അതാണിവിടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന ആ നിമിഷങ്ങളെക്കുറിച്ചോർത്തു. അല്ലാഹുവിന്റെ സൃഷ്ടികൾ, ആദം സന്തതികളെല്ലാവരും സഹോദരങ്ങൾ. ഒരാളെ ആക്രമിക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. എല്ലാ അക്രമികളും വിചാരണ ചെയ്യപ്പെടും. വിചാരണയുടെ ദിനം വരും. ഈ അക്രമവും അന്ന് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹുവേ, ക്ഷമിക്കാൻ കഴിവു തരേണമേ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പട്ടിണിക്കിട്ടു. വിശന്നു പൊരിഞ്ഞു, ദാഹിച്ചു വലഞ്ഞു. ഒരിട്ട് വെള്ളം നൽകിയില്ല. ലാത്തയെ വിളിക്കൂ, ഉസ്സയെ വിളിക്കൂ, നിനക്ക് വെള്ളം തരാം, ഭക്ഷണം തരാം. അപ്പോഴും അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. കത്തിപ്പടരുന്ന മരുഭൂമി. എന്തൊരു ചൂട്! ബിലാലിന്റെ കൈകാലുകൾ ബന്ധിച്ചു. വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി. പതയ്ക്കുന്ന മണൽക്കാട്ടിൽ നഗ്നമായ ശരീരം വലിച്ചിട്ടു. ചൂട് കത്തിപ്പടരുന്നു. തൊലി കരിയുന്നു. മർദ്ദകന്മാരുടെ അട്ടഹാസം. ലാത്തയെ വിളിക്കൂ, ഉസ്സയെ വിളിക്കൂ. അപ്പോഴും അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. വലിയ പാറക്കല്ല് വലിച്ചു വലിച്ചു കൊണ്ടുവന്നു. കുറേ പേർ ചെന്ന് വലിച്ചിട്ട് നീങ്ങാൻ പ്രയാസം. എല്ലാവരും കൂടി വലിച്ചുപൊക്കി ബിലാലിന്റെ നെഞ്ചിൽ വെച്ചു. എന്തൊരു ഭാരം! ശ്വാസമയക്കാൻ പറ്റുന്നില്ല. ശക്തി ചോർന്നു പോകുകയാണ്. ഈ നിലയിൽ ഏറെ നേരം തുടരാനാവില്ല. ശ്വാസം നിലച്ചുപോകും. മരിക്കട്ടെ, രക്തസാക്ഷിയാവട്ടെ, ഈമാൻ കൈവെടിയില്ല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഉമയ്യത്ത് ബിൻ ഖലഫ് ക്ഷീണിച്ചു. തന്റെ അടിമ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇവനെ കൈവെടിയുന്നതാണ് നല്ലത്. പക്ഷെ എങ്ങനെ? വെറുക്കപ്പെട്ട അടിമ. ആരോ ഒരാൾ നടന്നു വരുന്നുണ്ടല്ലോ. ധൃതിയിലാണല്ലോ വരവ്. പലരും വന്നുകൂടിയിട്ടുണ്ട്. വാർത്ത നാടാകെ പരന്നിട്ടുണ്ട്. എല്ലാവരും കാഴ്ച കാണുകയാണ്. അനുസരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അനുസരിക്കുന്ന ലക്ഷണമില്ല. അവർ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മരിച്ചാലും വിശ്വാസം കൈവെടിയില്ല. എന്തൊരു വാശി, എന്തൊരു ദൃഢത! വരുന്നത് അബൂബക്കറാണല്ലോ. വിവരം കേട്ടറിഞ്ഞു വരികയായിരിക്കും. മുഹമ്മദിന്റെ ആളാണ്. വരട്ടെ, വന്ന് കാണട്ടെ, കണ്ണ നിറയെ കണ്ടോട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്തെത്തി. തന്റെ സ്നേഹിതനെ നോക്കി. എന്തൊരു ദയനീയമായ അവസ്ഥ! കൊടും ക്രൂരത! എന്റെ സംരക്ഷകൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുകയാണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഷത്തോടെ ചോദിച്ചു. ഹേ ഉമയ്യത്ത്, നിങ്ങളുടെ അടിമയാണല്ലോ ഇത്. നിങ്ങൾ ഇതിനെ വിൽക്കാൻ തയ്യാറുണ്ടോ? വിൽക്കാൻ തയ്യാറുണ്ട്. ഉമയ്യത്ത് എന്തോ ഒരു ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. എത്ര വില വേണം? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ ചോദിച്ചു.
ഉമയ്യത്ത് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, ഖംസ അവാക്കി അഥവാ 5 ഊക്കിയ അഥവാ 5 സ്വർണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു 5 ഊക്കിയ കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലയ്ക്കു വാങ്ങി നെഞ്ചിലെ പാറക്കല്ല് നീക്കി പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിൽക്കാനും നടക്കാനും വയ്യ. വസ്ത്രം ധരിപ്പിച്ചു, വെള്ളം കുടിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈപിടിച്ചു മെല്ലെ നടത്തിച്ചു നീങ്ങിയപ്പോൾ ഉമയ്യത്ത് പരിഹാസസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അബൂബക്കർ, നിങ്ങളൊരു സ്വർണ്ണ നാണയം തരാമെന്നു പറഞ്ഞാൽ പോലും ഞാൻ അവരെ നിങ്ങൾക്കു വിൽക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതേ ആവേശത്തിൽ തന്നെ മറുപടി നൽകി ഇപ്രകാരമായിരുന്നു, നിങ്ങൾ 100 ഊക്കിയ സ്വർണം ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് തന്ന് അവനെ വിലക്കു വാങ്ങുമായിരുന്നു. ഉമയ്യത്തിലൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഉത്തരം മുട്ടിപ്പോയി. കൂട്ടുകാർ രണ്ടുപേരും നടന്നുപോയി. അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത്. ആ വീട് ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. ശരീരം നിറയെ അടിയുടെ പാടുകൾ, ചവിട്ടിച്ചതച്ച ശരീരം, വല്ലാത്ത നീറ്റൽ, സന്ധികളിൽ വേദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സ്വീകരിച്ചു. അവിടെയുള്ളവർ ചുറ്റും കൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രഖ്യാപിച്ചു, അല്ലാഹുവിന്റെ തൃപ്തിക്കുവേണ്ടി ഞാൻ ബിലാലിനെ സ്വതന്ത്രനാക്കുന്നു. കേട്ടുനിന്നവർ അല്ലാഹുവിനെ വാഴ്ത്തി, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഫമറ. ഇൻഷാ അല്ലാഹ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് കൂടുതൽ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങളിലൂടെ നമുക്ക് വിശദീകരിക്കാം. തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മഹത്തായ ജീവിത ചരിത്രം കൂടുതൽ ആളുകളിലേക്കെത്തിക്കാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യൂ.